ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശരിയാണ്, പിൽഫറേജ് എന്നുള്ള വാക്ക് തന്നെയാണ്, ടു കൺസീൽ ദ പിൽഫറേജ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹൈക്കോടതി പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് മോഷണം മറയ്ക്കുന്നതിന് വേണ്ടി, അത് 2019 മറയ്ക്കുന്നതിനാണോ 2025 ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഇടപാട് നടന്നത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ PS പ്രശാന്ത് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ പറഞ്ഞ് അയാളുടെ ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കൊടുത്തുവിട്ടു എന്നാണ് ഒരു പരാമർശമായി വന്നിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ഈ കോടതി അതിലൊരു ചെറിയ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിന്ന് കോടതിയെ സമീപിക്കും. അതായത് കൊടുത്തു വിട്ടത് അദ്ദേഹത്തിന്റെ അല്ല, കൊടുത്തു വിട്ടത് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചല്ലേ കൊടുത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അയാൾക്കുണ്ടായ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് ഉണ്ടായ ഒരു ആ സ്ഥാപനവുമായി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ധാരണ ഉണ്ടായി. അത് അയാൾ തന്നെ തിരിച്ചുകയും ചെയ്തത്. ഞാൻ ഇടപെട്ടിട്ട് എന്ന് ആ കത്ത് ഒന്ന് വായിച്ചു നോക്കത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ആ ബോർഡിന്റെ ഉത്തരവ് 2024 മുതലുള്ള ഇപ്പൊ ഈ 25 ഏറ്റവും ഒടുവിൽ വരെ ഇറങ്ങിയ ബോർഡിന്റെ 4 ഉത്തരവുകളുണ്ട്. ഈ 4 ഉത്തരവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അദ്ദേഹത്തിന്റെ സഹായികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധത്തെയോ സഹായിക്കുന്ന ഒരു വരിയോ ഒരു വാക്കോ അതിലുണ്ടോ എന്നും പരിശോധിക്കും. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെട്ടു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും ബാംഗ്ലൂരിലുള്ള കള്ളന്മാരുമായിട്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധവുമായോ ഞാൻ അല്ലെങ്കിൽ എന്റെ ഈ ബോർഡ് സഹായിച്ചതായി ഒരു രേഖയോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ? താൻ അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇന്നലത്തെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അറ്റകുറ്റപ്പണിക്ക് വേണ്ട സാങ്കേതിക വൈദഗ്ധ്യം സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് ഇല്ല എന്ന് ദേവസ്വം കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഉത്തരവിൽ മാറ്റം വരുത്തുകയുണ്ടായി. ആഗസ്റ്റ് 8 കത്തിലാണ് ഇത് മാറ്റിയത്. സ്വർണം പൂശൽ ജോലികൾ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം നടത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായി ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷണർ എഴുതിയ കത്തിൽ പരാമർശമുണ്ട്. തുടർന്ന് സെപ്റ്റംബർ 3 ബോർഡ് കൈക്കൊണ്ട തീരുമാനപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളുടെയും താങ്ങുപീഠങ്ങളുടെയും പാളികൾ സ്പോൺസർക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ഇന്നലത്തെ ഉത്തരവിൽ പറയുന്നത്. ഫോർമലി ഹാൻഡഡ് ഓവർ ദ ദ്വാരപാലക ആൻഡ് താങ്ങുപീഠം ടു ദ സ്പോൺസർ, ഡേറ്റ് 3/9/2025. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് കുരുക്കായി മാറിയിട്ടുള്ളത്. ഈ ഒരു പരാമർശം നീക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുന്നത്.